എപ്പോഴും സ്വന്തം ദൃഷ്ടികോണിലൂടെ മാത്രം നോക്കുമ്പോൾ കൂടെയുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം കാഴ്ചപ്പാടിലൂടെ മാത്രം ഒന്നും കാണരുത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ കൂടി തിരിച്ചറിയുമ്പോൾ എല്ലാം മുഴുവനായും മനസ്സിലാക്കാൻ സാധിക്കും. മുഴുവൻ വൈബ്രേഷനും ചേഞ്ച് ആവുമോ ഇല്ലയോ? സഹാനുഭൂതി എന്നാൽ 10 സെക്കൻഡ് കൊണ്ട് ഇവിടെ നിന്നും ഷിഫ്റ്റായി അവിടേക്ക് എത്തണം. 10 സെക്കൻഡ് കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലെ ഫീലിങ്സ്, അവരെന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയണം. പുറമേ ഇങ്ങനെയാവുമ്പോൾ ഉള്ളിൽ എന്തായിരിക്കും നടക്കുന്നത്? അവർ പുറമേ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്തെല്ലാമായിരിക്കും ഉണ്ടാവുക? ഗെറ്റ് ഇൻ ടു ദി അതർ പേഴ്സൺസ് മൈൻഡ്. അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സുകളെ നമുക്ക് തിരിച്ചറിയാനായാൽ പിന്നെ നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാനായി എന്ന് ചോദിക്കില്ല. കാരണം നമ്മൾ അവരുടെ സംസ്കാരങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി. ഓരോ ആത്മാക്കളുടെയും സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ആത്മാക്കളും വളരെ നീണ്ട ഒരു യാത്രയാണ് ചെയ്തു വരുന്നത്. ഒരു ജീവിതകാലത്ത് തന്നെ നമ്മുടെ യാത്ര എത്രയെത്ര മാറുന്നു. ഒപ്പം നമ്മൾ ധാരാളം സംസ്കാരങ്ങളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പലതരം സംസ്കാരങ്ങളാണ് കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടില്ലേ? പലപ്പോഴും നമ്മുടെ തന്നെ ചില സംസ്കാരങ്ങൾ കണ്ടിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഇങ്ങനെ തോന്നാറില്ലേ? മക്കൾ താങ്കളെ ഹേർട്ട് ചെയ്യാറുണ്ടോ? വിഷമമാകുമ്പോൾ താങ്കൾ അവന് എന്താണ് അയക്കാറുള്ളത്? എപ്പോഴും പോസിറ്റീവാണ് അയക്കുന്നത്. പക്ഷേ വിഷമമാകുമ്പോൾ എന്താണ് അയക്കുക? അത് വളരെ മലിനമായ ഒരു എനർജിയായി അവൻ്റെ അടുത്തേക്ക് എത്തുന്നു. പോസിറ്റീവ് അയച്ചിരുന്നുവെങ്കിൽ അത് അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഹേർട്ട് ആവുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവൻ എന്നോട് ഇത്തരത്തിൽ സംസാരിച്ചു. ഇത് പറയുമ്പോൾ തന്നെ ഈ സഹോദരിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡിംഗ് എത്ര ആഴത്തിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനാവും. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഈ റെക്കോർഡിംഗ് ആ ആത്മാവിലേക്ക് റേഡിയേറ്റ് ആവുന്നു. അപ്പോൾ പിന്നെ അവർ ചേഞ്ച് ആവുന്നത് ഈസി അല്ല എന്ന് മാത്രമല്ല, ചേഞ്ച് ആവുന്നത് തികച്ചും അസാധ്യമായി മാറുന്നു. പോസിറ്റീവാണ് റേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ ചേഞ്ച് ആവുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ ഇതാണ് റേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പഴയ ഏതെങ്കിലും സംസ്കാരങ്ങൾ വന്നു കാണും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു രീതി അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാകും. അതുമല്ലെങ്കിൽ അവർക്ക് സ്വയത്തിൽ കൺട്രോൾ ഇല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നറിയില്ല. നമ്മൾ പലതും നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അബ്സോർബ് ചെയ്യാറുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള റെക്കോർഡിങ്സ് ഉണ്ടാവാനായി ധാരാളം കാരണങ്ങളുമുണ്ട്. ഇന്നു മുതൽ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ നിർത്തണം. എൻ്റെ കുട്ടി എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് ആരോടും പറയരുത്. ഇതിനെ കട്ട് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇതിനു പകരമായി ഏത് പുതിയ സങ്കല്പമാണ് സൃഷ്ടിക്കേണ്ടത്? ഏത് പുതിയ സങ്കല്പമാണ് ഇതിനു പകരം സൃഷ്ടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ന്യൂ തോട്ട്? എന്തു വന്നാലും അവനോ അവളോ എന്നെ വിഷമിപ്പിച്ചു എന്ന് ഒരിക്കലും പറയരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയരുത് എന്ന് പറയുന്നത്? കാരണം ഒരു പേരൻറ്റ് ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും സ്ട്രോങ് ആയ എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമതായി ഇന്നത്തെ കാലത്തെ കുട്ടികൾ പാരൻസിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയും പറയരുത്. ഇങ്ങനെ നിങ്ങൾ പറയുന്ന ഓരോ ലൈനും കുട്ടികളെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്.
എൻ്റെ കുട്ടി എന്നെ ഹേർട്ട് ചെയ്തു. ഇന്നത്തെ കാലത്തെ കുട്ടികൾ പാരൻസിനെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ എൻ്റെയും ആ കുട്ടിയുടെയും ഇടയിലുള്ള ബന്ധത്തിൽ എന്താണ് വരുന്നത്? എൻ്റെ ജീവിതത്തിലെ വേദനകൾക്കെല്ലാം കാരണം നീയാണ്. ഇങ്ങനെ ഒരു ഭാവം ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ വരുന്നു. ഇങ്ങനെയൊരു ചിന്ത ഞാൻ ആരെ പ്രതി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്കും കാരണം നിങ്ങളാണ് എന്ന ഒരു ചിന്ത ഞാൻ ആരെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്താലും അവരിൽ നിന്നും നിങ്ങൾക്ക് ഇതേ തോട്ട് തന്നെയാണ് തിരികെ ലഭിക്കുക. യു ആർ ദി കോസ് ഓഫ് പെയിൻ ഇൻ മൈ ലൈഫ്. അപ്പോൾ പിന്നെ അവർ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നമുക്ക് ഈ റെക്കോർഡിങ്ങിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഇനി ഏത് റെക്കോർഡിംഗ് ആണ് പുതിയതായി ഉണ്ടാക്കേണ്ടത്? ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്നേഹമുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ റെക്കോർഡിംഗ് ചേഞ്ച് ആക്കണം. അതാണ് മാറ്റേണ്ടത്. നിങ്ങൾ എന്നോട് വളരെ നന്നായി സംസാരിക്കുന്നു. ഞാൻ ഹേർട്ട് ആവില്ല. ഹേർട്ട് എന്ന ഒരു വാക്ക് ഉപയോഗിക്കാനേ പാടില്ല. ഐ ലവ് മൈ സെൽഫ്. വെരി ഗുഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. അവർ മനസ്സുകൊണ്ട് വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വിഷമങ്ങളെല്ലാം ഹീലാവുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു വൈബ്രേഷനാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. ഇതൊക്കെ ഏത് ബന്ധത്തിലും ഉണ്ടാവുന്ന കാര്യമാണ്. നമ്മൾ ആ ആത്മാവിന് വേണ്ടി ദിവസവും 5 മിനിറ്റ് മാറ്റിവെക്കണം. റെഡിയാണോ? കരയാൻ വേണ്ടി 15 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്, ശരിയല്ലേ? 15 മിനിറ്റ് ഇരുന്ന് കരയാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി 5 മിനിറ്റ് ദിവസവും ആ ആത്മാവിന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യണം. അവരുടെ ഹീലിംഗ് ചെയ്യാനായി ദിവസവും പരമാത്മാവുമായി സ്വയം കണക്റ്റ് ആവുക. മനസ്സിൻ്റെ സ്ക്രീനിൽ ആ ആത്മാവിനെ കൊണ്ടുവരിക. എന്നിട്ട് പരമാത്മാവിൽ നിന്നും പ്യുവർ, പോസിറ്റീവ് ആൻഡ് പവർഫുൾ എനർജി എടുത്ത് ആ ആത്മാവിന് നൽകുക. ഇവർ ഒരു പ്യുവർ സോളാണ്, പവർഫുൾ ആത്മാവാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ഓരോ വാക്കും സ്നേഹം നിറഞ്ഞതും ബഹുമാനം നിറഞ്ഞതുമായിരിക്കണം. അപ്പോൾ ആ ആത്മാവിലേക്ക് എന്താണ് എത്തിച്ചേരുക? നിങ്ങളുടെ ഓരോ വാക്കുകളും മാത്രമല്ല, അവർ നിങ്ങൾക്ക് നൽകുന്ന ഓരോ വാക്കുകളും സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ്. ഇങ്ങനെയും ചിന്തിക്കണം. ആദ്യത്തെ സീനും ഇപ്പോഴത്തെ സീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തെ സീനിൽ എങ്ങനെയുള്ള എനർജിയാണ് അവരിലേക്ക് പോയിരുന്നത്? ഇവർ എന്നോട് മോശമായി സംസാരിക്കുന്നു, ഇവർക്ക് മര്യാദപൂർവ്വം സംസാരിക്കാൻ അറിയില്ല, യു ഹേർട്ട് മീ. ഇത് ഒരു ക്വാളിറ്റി ഓഫ് എനർജിയാണ്. രണ്ടാമത്തെ ക്വാളിറ്റി ഓഫ് എനർജി എന്താണ്? നിങ്ങളൊരു പ്യുവർ സോളാണ്, പവർഫുൾ സോളാണ്. നിങ്ങളുടെ ഓരോ വാക്കും സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഇത് രണ്ടിൻ്റെയും റിസൾട്ട് എന്തായിരിക്കും എന്ന് പറയും. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തെല്ലാമായിരിക്കും എന്ന് നോക്കാം. ഒന്നാമതായി, മനസ്സിൽ നിന്നും വേദനകൾ ഇല്ലാതാകും. മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ശരിയായി സംസാരിക്കുന്നില്ല, എന്നെ വിഷമിപ്പിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, എന്നെ വേദനിപ്പിക്കുന്നു എന്ന ഒരേ കാര്യത്തെ നമ്മൾ ആവർത്തിക്കുന്നത് നിർത്തുന്നു. എന്നിട്ട് നിങ്ങളുടെ ഓരോ വാക്കുകളും സ്നേഹവും ആദരവും നിറഞ്ഞതാണ് എന്ന് പറയാൻ തുടങ്ങുന്നു. ഫുൾ ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്, ഫുൾ ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. അവർ ചേഞ്ച് ആയാലും ഇല്ലെങ്കിലും ഇവിടെ നമ്മുടെ മനസ്സിൽ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞു. ആദ്യം നമ്മുടെ മനസ്സിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ അപ്പോൾ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങളും അവസാനിക്കുന്നു. വീട്ടിലെ വൈബ്രേഷൻ ചേഞ്ച് ആവുന്നു. നമ്മളിൽ നിന്നും പോകുന്ന എനർജി ചേഞ്ച് ആവുന്നു. പിന്നീട് ഒരിക്കലും എൻ്റെ കുട്ടി എന്നോട് ശരിയായ രീതിയിൽ സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ആരോടും പറയേണ്ടി വരികയില്ല.